വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറു നോവലാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. 1910 മുതൽ 1945 വരെ ഈ സിനിമയുടെ അല്ലെങ്കിൽ കഥയുടെ കാലഘട്ടം വിവരിച്ചിട്ടുണ്ട്. കേരളത്തിലും കൽക്കട്ടയിലുമാണ് പ്രധാനമായിട്ട് കഥ നടക്കുന്നത്. 20 മുതൽ 40 വരെയുള്ള കേരളവും കൽക്കട്ടയും ചിത്രീകരിക്കുന്നതിന് വളരെയേറെ ഇതിന്റെ ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വളരെയേറെ കഷ്ടപ്പെട്ടാണ് ചിത്രീകരണം നിർവഹിച്ചിട്ടുള്ളത്. ബാല്യകാലസഖി ഒരു തലമുറയുടെ പ്രണയ കഥയാണ്, അല്ലെങ്കിൽ ഒരു തലമുറ മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രണയ കഥയാണ്. റോമിയോ ജൂലിയറ്റ് പോലെയോ അതുപോലെ ലോകോത്തരങ്ങളായ പ്രണയ കഥകളുടെ കൂട്ടത്തിൽ പക്ഷേ മലയാളിക്ക് അഭിമാനപൂർവ്വം ഓർക്കാനും അഭിമാനപൂർവ്വം ആസ്വദിക്കാനും പറ്റിയ വിഖ്യാതമായ പ്രണയകഥയാണ്. ഈ പ്രണയകഥ സിനിമയാക്കുമ്പോൾ പൊതുവെ പ്രണയകഥകളിൽ എന്റെ വേഷം ഒരു കാമുകന്റേതല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ സിനിമയിൽ മജീദായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ മജീദിന്റെ കഥാപാത്രത്തിന് ഒരുപാട് വളർച്ചയും ഏകദേശം എന്നോടൊപ്പം അല്ലെങ്കിലും എനിക്ക് അടുത്ത പ്രായം വരുന്ന കാലഘട്ടം വരെ മജീദിന്റെ കഥ പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അനുയോജ്യനായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഏകദേശം ഒരു 25-30 വർഷത്തെ പ്രണയ കഥയാണ്. ഞാൻ ഏതായാലും ഒരു അധികപ്പറ്റാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. അത് മാത്രമല്ല, ഈ കഥാപാത്രത്തിന്റെ ചെറുപ്പം ഞാൻ വാശി പിടിച്ചു എനിക്ക് വേണ്ടി എഴുതിച്ചെങ്കിലും അവസാനം ഞാൻ കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് പ്രണയകഥ ഈ കഥാപാത്രങ്ങളുടെ വളർച്ച പോലെ വളരുകയാണ്. ആ പ്രണയം ഞാൻ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ രംഗത്ത് വരുന്ന കഥ, ഞാൻ കഥാപാത്രമായി മാറുന്ന സമയം വരെ കഥ നീളുകയും ആ സമയം ഏതാണ്ട് കഥാനായകനും കഥാനായികയും പിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനും കഥാനായികയും തമ്മിലുള്ള പ്രണയ സല്ലാപങ്ങൾ വളരെ കുറവാണ്. അതും കാണികൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ബാല്യകാലസഖി എന്ന് പറയുമ്പോൾ പിന്നെ അതിനെപ്പറ്റി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ബാല്യം മുതൽ കൗമാരം മുതൽ യൗവനം വേണമെങ്കിൽ മധ്യവയസ് വരെ നീണ്ടു നിൽക്കുന്ന കഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഒരു ഭാഗം അഭിനയിക്കാനുള്ള യോഗ്യതയുണ്ട്. കഥയുടെ വളർച്ച നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങൾ വളരുന്നതനുസരിച്ച് ഓരോ നടീനടന്മാർ മാറിക്കൊണ്ടിരിക്കും. ഈ സിനിമയിൽ ബഷീറിന്റെ മജീദും സുഹ്രയും മാത്രമല്ല പ്രധാന കഥാപാത്രങ്ങൾ അവരാണെങ്കിൽ പോലും ബഷീറിന്റെ മറ്റ് വിഖ്യാതരായ ഒരുപാട് കഥാപാത്രങ്ങൾ, ആനവാരി രാമൻ നായർ, മുൻകുരിശുതോമ ഉൾപ്പെടെ മണ്ണമൃത്തപ്പൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ ഈ നാട്ടുകാരായി ചേർത്തുകൊണ്ടാണ് ഈ കഥയുടെ കഥാഗതി പോകുന്നത്. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ പറയുമ്പോൾ പ്രധാന കഥാപാത്രങ്ങൾ കൂടാതെ നാട്ടുകാരും പരിചയക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇവർ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അത് മാത്രമല്ല, ബഷീറിന്റെ സ്വന്തം ആത്മാവിനോട് ചേർത്ത് നിർത്തിയ അല്ലെങ്കിൽ ഒരു ആത്മാംശമുള്ള ഒരു കഥ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങൾ ഇവിടെ ചില ഭാഗങ്ങൾ കൂടെ മജീദിൻ്റെതായിട്ട് ചേർക്കാൻ ഇതിന്റെ സംവിധായകൻ സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ കഥ വായിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കഥയുടെ കഥാന്ത്യത്തിന് മുമ്പ് മജീദിന്റെ കൽക്കട്ട ജീവിതത്തിൽ ബഷീറിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചില സംഭവങ്ങൾ, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വന്ന അല്ലെങ്കിൽ കാണേണ്ടി വന്ന ചില കഥാപാത്രങ്ങളെ കൂടെ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ തന്മയത്വത്തോടുകൂടി ഈ കഥയിൽ ഇഴചേർത്തിട്ടുണ്ട്. അതൊരു വളരെ ഈ കഥയുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ സിനിമയുടെ രസനയ്ക്ക് കുറച്ചുകൂടെ നിറം ചാർത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യം സംവിധാനം എടുത്തത്. തീർച്ചയായിട്ടും ഇതൊരു പ്രണയകഥ എന്നതിനപ്പുറത്തേക്ക് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടം നമ്മൾ അറിയുന്നതിലൂടെ ഈ സിനിമ ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരേ മനസ്സും ചിന്തയും ഒരേപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരെ പുരോഗമനമായി ചിന്തിക്കുന്ന രണ്ട് ആളുകളാണ് സിനിമയിൽ പ്രധാന കഥാപാത്രം. ഈവൻ ബംഗാളിൽ നമ്മളുണ്ടെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോടിയായിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന കലാപങ്ങൾ, അതൊക്കെ നമ്മുടെ സിനിമയിൽ അവിടെ ഇവിടെയായിട്ട് സിനിമയുടെ ഭാഗങ്ങളായി, കഥയുടെ ഭാഗങ്ങളായി ചേർത്തിട്ടുണ്ട്. സിനിമ
പ്രണയകഥ പോലെ തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടെന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ ഇതിനകത്തുണ്ട് എന്നുകൂടെ ഞാൻ നിങ്ങളെ ധരിപ്പിക്കുകയാണ്. അത് സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ്. പിന്നെ ഈ സിനിമയുടെ കഥയെ പറ്റിയൊന്നും ഈ വലിയ നിരൂപണമൊന്നും വരാൻ സാധ്യതയില്ല. കാരണം ബഷീറിന്റെ കഥയാണ്. സിനിമ എടുത്തതിന് സംവിധാനം ചെയ്തേക്കുന്ന നിരൂപണങ്ങൾ വരാം. അതിന് അദ്ദേഹത്തിന് ലൈസൻസ് വാങ്ങിച്ചുള്ളത്. എന്നാൽ ഈ സിനിമ ഇതിനപ്പുറത്തേക്ക് പരിചയപ്പെടുത്തി ഇതിന്റെ കഥ കൂടെ പറഞ്ഞ് പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് ബഷീറിന്റെ കഥ വായിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ കാണുന്നതിന് മുമ്പ് ഈ കഥയൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. അതുകൂടെ ഈ കാസറ്റിന്റെ അല്ലെങ്കിൽ ഓഡിയോ കാസറ്റിന്റെ കൂടെ ഇത് വാങ്ങുന്ന ആളുകൾക്ക് സമ്മാനമായി ബഷീറിന്റെ ബാല്യകാല സഖി എന്ന ചെറു നോവൽ കൂടെ ഈ കാസറ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ലഭിക്കും. അതിന്റെ പ്രകാശനം പിന്നീട് ഉണ്ടാവും. അതിലൂടെ ഞാൻ പ്രസംഗിക്കില്ല. ഇതോടെ അവസാനിപ്പിക്കുന്നത്. നമസ്കാരം. കാണുമ്പോഴും ഫോണിലൂടെയൊക്കെ ഇതിൻ്റെ പുരോഗതിയെക്കുറിച്ച് പ്രമോദ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വളരെ വിപുലമായ പരിശ്രമങ്ങൾ, ഒരുക്കങ്ങൾ ഈ ചിത്രത്തിൻ്റെ പിന്നിലുണ്ട്. തൻ്റെ ആദ്യത്തെ ചിത്രത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രമോദ് സമീപിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു പോസ്റ്റർ മലയാള സാഹിത്യ രംഗത്തെ, മലയാള ചലച്ചിത്രവേദിയിലെ, മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ മഹാരഥന്മാരെ ഒന്നിച്ച് ഒരു പോസ്റ്റർ കാണാം. ഇത് അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. ഈ പോസ്റ്റർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ പ്രാധാന്യത്തെ അടയാളപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഇതിൻ്റെ പിന്നണിയിൽ ഈ 4-5 വർഷം കഠിനമായി പരിശ്രമിച്ച അതിൻ്റെ അണിയറ പ്രവർത്തകരെയും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ വലിയ വിജയങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇന്ന് വന്നത് വളരെ സന്തോഷം. അതുമാത്രമല്ല, എൻ്റെ ഇപ്പോൾ ഒരു സിനിമ റിലീസായിട്ട് നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കറിയാം. പക്ഷേ ആദ്യമായിട്ട് ഞാൻ എക്സെപ്റ്റ് ചെയ്ത ഫിലിമും ആദ്യമായിട്ട് ഷൂട്ടിംഗ് പോയ സിനിമയും ബാല്യകാല സഖിയാണ്. ആൻഡ് ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റോൾ ചെയ്യുന്നത് ഞാൻ. ആൻഡ് I'd like to thank Mamuka for the opportunity and the whole team. I'd like to wish them all the best. Thank you very much. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ, വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ എന്ന വിശേഷണത്തിന് പൂർണ്ണമായി അന്വർത്ഥമായ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് ഒരുപക്ഷെ ബഷീറിന്റെ തന്നെ ആത്മാവിഷ്കാരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അപ്രമാണികളിൽ പകർത്തിക്കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മുമ്പാകെ വരും ദിവസങ്ങളിൽ സമർപ്പിക്കാൻ പോകും. അതിൽ ഈണം ചെയ്തിട്ടുള്ള, സംഗീത സംവിധാനം ചെയ്ത് ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന കാസറ്റിൽ അടങ്ങിയിട്ടുള്ള 6 ഗാനങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഈ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പ്രചരണ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാള ഗാനരചനാ രംഗത്തും സംഗീത സംവിധാന രംഗത്തും ഒക്കെയുള്ള കുലപതികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രഗത്ഭമതികളായ വ്യക്തിത്വങ്ങളുടെ ഒരു സമന്വയമാണ് സത്യത്തിൽ ഈ കാസറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സംരംഭത്തിനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മമ്മൂക്ക ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയിൽ അദ്ദേഹം ഇടുന്ന വേഷത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രത്തെ സംബന്ധിച്ച് ഉള്ളിൽ തട്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങൾ പൂർണ്ണമായും അപ്രമാണികളിലൂടെ വരും ദിവസങ്ങളിൽ കാണാനും വിലയിരുത്താനും ഒക്കെയുള്ള അവസരം നമുക്ക് ലഭിക്കുമെന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യമാണ് സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കൾ ശ്രീ പ്രമോദ് പയ്യന്നൂർ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം 1914 മുതൽ 46 വരെയുള്ള 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലെ ഒരു കാലഘട്ടത്തിന്റെ കഥ, ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം, ഒരു കാലഘട്ടത്തിന്റെ പ്രണയം സമൂഹവുമായി സംവദിക്കുക എന്ന ദുഷ്കരമായ സാഹസികമായിട്ടുള്ള ദൗത്യമാണ് സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കൾ ഏറ്റെടുത്തിട്ടുള്ളത്. അത് വൻ വിജയമായി പരിണമിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നല്ല സിനിമയെ
നല്ല അഭിമാനബോധത്തോടെ സന്തോഷത്തോടു കൂടി സമൂഹം വരവേൽക്കുമെന്ന് സമീപ ദിവസങ്ങളിൽ സമീപകാലങ്ങളിൽ കേരളത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ബാല്യകാല സഖി എന്ന ചരിത്രവും സാഹിത്യവും കഥയും സിനിമയും ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഈ ഒരു നൂതനമായിട്ടുള്ള സംരംഭവും ആ തലത്തിൽ തന്നെ കേരള സമൂഹം, മലയാളി സമൂഹം പ്രേക്ഷകരോടും സ്വീകരിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും കൃത്യമായി അഭിനന്ദിച്ച്, അനുമോദിച്ച്, ആശംസകൾ നേർന്ന് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബാല്യകാല സഖി എന്ന പുസ്തകം ഒരു സിനിമ പ്രത്യേക പതിപ്പ് ഇറക്കാൻ കഴിയുമോ എന്ന് ഒരു ദിവസം രാത്രി പെട്ടെന്ന് മോഹൻലാൽ ചോദ്യത്തിൽ ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ അത് കൃത്യമായി ഫൈനലൈസ് ചെയ്യാൻ എന്നുള്ളതാണ് സത്യം.